സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? Some of you please respond. Yes sir, കാണുന്നുണ്ട്. Okay, good. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് തിയറം സ്റ്റോക്സ് തിയറം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു രണ്ട് തിയറംസ്. ജസ്റ്റ് അതൊന്ന് റിവൈൻഡ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റോക്സ് തിയറത്തിലേക്ക് വരാം. വൺ ഈസ് ഗ്രീൻസ് തിയറം. സോ എന്തായിരുന്നു ഗ്രീൻസ് തിയറം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഗ്രീൻസ് തിയറം ജസ്റ്റ് റഫായിട്ട് എന്താണ് ഗ്രീൻസ് തിയറത്തിന്റെ ഒരു ഉള്ളടക്കം അത് പറഞ്ഞാൽ മതി. എനിക്ക് ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു തിയറം എന്താണ് മെൻഷൻ ചെയ്യുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. വാട്ട് ഈസ് ഇറ്റ്? ദാറ്റ്സ് ഓൾ. സം ഓഫ് യു പ്ലീസ്. Ansha, can you? Ansha, are you here? Yes sir, ഇതിന്റെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയി. എന്താ സാർ പറഞ്ഞത്? ഗ്രീൻസ് തിയറം എന്താണ് ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഗ്രീൻസ് തിയറം എന്തായിരുന്നു? നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻസ് തിയറം എന്തായിരുന്നു ഒന്ന് പറഞ്ഞാൽ. സ്റ്റേറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ആ തിയറം എന്താണ് മെൻഷൻ ചെയ്യണത്, എന്താണ് ആ തിയറത്തിന്റെ ഒരു സാരാംശം എന്നുള്ളത് മാത്രം പറഞ്ഞാൽ. ഓക്കെ. അൻഷ ലെഫ്റ്റ് ആയോ? അൻഷ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പൊ ലെഫ്റ്റ് ആവൂലേ? വേറെ ആർക്കാ പറയാൻ പറ്റുക? ഷഹന ഷെറിൻ, ക്യാൻ യു? ഷഹന ഷെറിൻ ലെഫ്റ്റ് ആയി. ഓ. സിത്താര, ക്യാൻ യു? സിത്താര, ആർ യു ഹിയർ? ഭയങ്കര ബഹളമുണ്ടല്ലോ ഇവിടെ. വാട്ട് ഹാപ്പൻ? അത് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണോ? അല്ല അല്ല, എന്നാ പറഞ്ഞോളൂ. എന്താണ് എന്താ സാർ ഞാൻ കേട്ടില്ല. കേക്കില്ല. ഗ്രീൻസ് തിയറം എന്താ ഉദ്ദേശിക്കുന്നത്? ഗ്രീൻസ് തിയറം അതോ അത് സർഫസ്. ഒറ്റ മിനിറ്റ്. ഓക്കെ, വേണ്ട. സിത്താര ലീവ്. സിത്താര വേറെ എന്തോ തിരക്കിലാണ്. ഫൈൻ. വാട്ട് അബൌട്ട് വർഷീന? ഓൺലി ഹോപ്പ് ഈസ് യു. ഗ്രീൻസ് തിയറം പ്ലീസ്. എന്താണ് അതിന്റെ ആ ഒരു, ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. എന്താണ് ഗ്രീൻസ് തിയറം എന്താണ് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ എന്ത് പറയാം? തിയറം ഒരു സിമ്പിൾ കർവ്. ഓക്കെ. ക്ലോസ്ഡ് കർവ്. അത് ക്ലോക്ക് വൈസില് അല്ല, ക്ലോക്ക് വൈസിലാണ് നമ്മളത്. അതൊന്നും വേണ്ട, എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് മതി. എന്താണ് ഗ്രീൻസ് തിയറം ചോദിച്ചാൽ വളരെ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഇറ്റ്സ് എ തിയറം which connects ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നിങ്ങൾ സിയാറ്റ് എക്സാം ഒക്കെ എഴുതിയതല്ലേ? ഞാനിപ്പോ നിങ്ങളുടെ മാർക്ക് വെറുതെ ഇട്ടിരിക്കുകയാണ്. വെറുതെ ഇട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസേഴ്സ് ഒന്നും ഞാൻ കാര്യമായിട്ട് ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം നോക്കിയിട്ട് മാർക്ക് ഇട്ടിട്ടുള്ള. അതുകൊണ്ട് എല്ലാവർക്കും 17, 18, 20 മാർക്ക് ഉണ്ടാവും, ഒരുവിധം എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ. പക്ഷെ ഞാൻ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഞാൻ അതെല്ലാം വെട്ടിക്കോട്ടെ. ഓക്കെ, ഞാൻ കൃത്യമായിട്ട് ആൻസേഴ്സിന് മാത്രമേ മാർക്ക് ഇട്ടുള്ളൂ. അങ്ങനെ വേണോ? നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി. അൻഷയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അൻഷ ലെഫ്റ്റ് അടിച്ചു പോയി. നിങ്ങളത് പറയണം. എന്താണ് ഗ്രീൻസ് തിയറം? ഗ്രീൻസ് തിയറം എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ഒരാൾ പറയും. പേരെടുത്ത് ചോദിക്കുന്നില്ല, ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്യും. ഗ്രീൻസ് തിയറം എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഗ്രീൻസ് തിയറത്തിന്റെ ഒരു ഉള്ളടക്കം? എനിക്ക് ആ സ്റ്റേറ്റ്മെന്റോ അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ജസ്റ്റ് ഒറ്റ വാക്കിൽ പറയാം. വാട്ട് ഈസ് ഗ്രീൻസ് തിയറം? ഇറ്റ്സ് എ തിയറം. ഷിഫ, ക്യാൻ യു? ഷിഫ ഫാത്തിമ. മറന്നുപോയോ? സാർ പറയൂ, എന്തായിരുന്നു ഗ്രീൻസ് തിയറത്തിന്റെ ഒരു ഉള്ളടക്കം? ഹലോ സാർ, ഗ്രീൻസ് തിയറം പറയൂ.
ഷിഫ ഫാത്തിമ, ക്യാൻ യു ഒരു കർവായിട്ട് ബന്ധപ്പെട്ടതല്ലേ? കർവ്? ഓക്കെ, ഞാൻ തന്നെ പറയാം. Hello, sir. ഇനി എനിക്ക് സങ്കടപ്പെടാൻ വയ്യ. ഓക്കെ, ഹലോ സർ. ലൈൻ ഇന്റഗ്രലും സർഫസ് ഇന്റഗ്രലും തമ്മിലുള്ള റിലേഷൻ. സാറ് ഓട്ടോ റിജക്റ്റ് ആയിപ്പോയി. രണ്ടു വട്ടപ്പോ ഞാൻ അങ്ങനെ കയറാൻ വന്നിട്ട് ഇതായിപ്പോയി. ഞാൻ ആരെയും റിജക്ട് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾ ആ ഇമെയിൽ ഐ ഡി കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കോളേജ് ഇമെയിൽ ഐ ഡി തന്നെ ചൂസ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. മറ്റേതാകുമ്പോ എനിക്ക് നോട്ടീസ് വരും. എനിക്ക് നോട്ടീസ് ഒന്നും വന്നില്ല. ഓക്കെ, ഞാൻ ചോദിച്ചതിന് മറുപടി വരൂ. എനിക്ക് അതാണ് വേണ്ടത്. വാട്ട് ഈസ് ഗ്രീസ് തിയറം? ഗ്രീസ് തിയറത്തിന്റെ ഒരു സ്റ്റോക്സ് തിയറത്തിന്റെ ഒരു സ്പെഷ്യൽ കേസ് അല്ലേ അത്? 2 ഡയമെൻഷണൽ ഇതിൽ വരുന്ന. ഗൂഗിളിൽ നോക്കിയില്ലേ? അല്ല, സത്യം അത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ആ വാക്ക് വരിക. അല്ലാണ്ട് ഞാൻ തിയറോ ഗ്രീസ് തിയറോ ഞാൻ അല്ല, ഞാൻ പറയട്ടെ സാർ. ജവാബ് ഇപ്പൊ തുടക്കത്തില്ലേ സ്റ്റോക്സ് തിയറം എന്ന് പറഞ്ഞത്? ഇത് തോന്നുന്നു സ്റ്റോക്സ് തിയറത്തിന്റെ സ്പെഷ്യൽ കേസ് ആണ്. സത്യസന്ധമായ ഉത്തരം. അഞ്ച് ഗൂഗിളിൽ നോക്കിയല്ലേ ഇപ്പൊ? അല്ല സാർ, പിന്നെ എവിടെ സ്റ്റോക്സ് തിയറോ ഗ്രീസ് തിയറോ തമ്മിൽ ബന്ധമൊക്കെ അത് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ കേറിയപ്പോ തന്നെ നവാബ് സ്റ്റോക്സ് തിയറം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും സ്റ്റോക്സ് തിയറത്തിൽ ബന്ധപ്പെട്ടത്. ഞാൻ അങ്ങനെ എന്തോ കേട്ടു. സത്യം സീരിയസ് ആയിട്ട് ഞാൻ കേട്ടത് അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഞാൻ സ്റ്റോക്സ് തിയറോ വെറുതെ എഴുതിയതേ ഉള്ളൂ ബോർഡില്. എന്താന്ന് ഞാൻ ചോദിച്ചു. അത് ഞാൻ സ്റ്റോക്സ് തിയറം നമ്മള് കേട്ടോ കണ്ടോ ചെയ്തു. അത് കണ്ടിട്ട് സ്റ്റോക്സ് തിയറം എന്നൊക്കെ പറയുന്നത് അതല്ലേ എന്നോട് പറഞ്ഞ മറുപടി. സംഭവം സത്യാണ്. ഗ്രീൻസ് തിയറത്തിന്റെ ഒരു ജനറലൈസേഷൻ ആണ് സ്റ്റോക്സ്. അത് പക്ഷെ അത് ഗൂഗിളിൽ നോക്കിയാലേ ഇപ്പൊ കിട്ടുള്ളൂ. അല്ല സാറ് സ്റ്റോക്സ് തിയറത്തിന്റെ സബ് ഡിവിഷൻ ആയിട്ടില്ലേ ഗ്രീൻ എഴുതിയിരിക്കുന്നത്? സബ് ഡിവിഷനോ? ഞാൻ അതൊന്ന് റിവൈൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പുറത്ത് 1 എന്ന് പറഞ്ഞ ഗ്രീസ് തിയർ എഴുതിയത്. നമ്മൾ സത്യം പറയണോ സാറ് എന്റെ സ്ഥലത്താണ് സാറ് പറയും. കാരണം എന്താ പറയുക, ഈ ക്ലാസിന്റെ തുടക്കം കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ സ്റ്റെക്കായി കണ്ടാ വന്നത്. എന്താ സാറ് പറഞ്ഞു വെച്ചില്ലേ? ഓക്കെ, അപ്പോ ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഗ്രീൻസ് തിയറം ഇസ് എ തിയറം വിച്ച് കണക്ട്സ് എ ലൈൻ ഇന്റഗ്രൽ ടു എ ഡബിൾ ഇന്റഗ്രൽ. അതാണ് നമ്മൾ പറയേണ്ട ഉത്തരം. ഗ്രീൻസ് തിയറം പറയുന്നത് ഒരു ലൈൻ ഇന്റഗ്രലിനെ ഡബിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുന്ന തിയറാണ് ഗ്രീൻസ് തിയറം. ആ ലൈൻ ഇന്റഗ്രൽ എന്താ? ആ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഡി എ. ഇതാണ് ഗ്രീൻസ് തിയറം. ഓക്കെ, ഗ്രീൻസ് തിയറം അപ്പൊ ബേസിക്കലി എന്താണ് ഗ്രീൻസ് തിയറം ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ട ആൻസർ ഇറ്റ്സ് എ തിയറം വിച്ച് കണക്ട്സ് എ ലൈൻ ഇന്റഗ്രൽ ടു എ ഡബിൾ ഇന്റഗ്രൽ. ഒരു ലൈൻ ഇന്റഗ്രലിനെ, ഇത് ലൈൻ ഇന്റഗ്രൽ ആണ്, ഇന്റഗ്രേറ്റിംഗ് എ സംതിങ് ഓൺ എ ഗിവൻ കർവ്. ഒരു കർവിൽ ഒരു സാധനത്തിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. സോ ഗ്രീൻസ് തിയറം പറയുന്ന ഒരു ലൈൻ ഇന്റഗ്രൽ ഈസ് റിലേറ്റഡ്, അല്ലെങ്കിൽ അത് എന്തിനോട് ഇക്വാലന്റ് ആണ്? അതൊരു ഡബിൾ ഇന്റഗ്രലിനോട് ഇക്വാലന്റ്. അതാണ് എന്ത് പറയുന്നത് ഗ്രീൻസ് തിയറം പറയുന്നത്. ഗ്രീൻസ് തിയറം ഇസ് എ തിയറം വിച്ച് കണക്ട്സ് എ ലൈൻ ഇന്റഗ്രൽ ടു എ ഡബിൾ ഇന്റഗ്രൽ. ഒരു ലൈൻ ഇന്റഗ്രലിനെ ഡബിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുന്ന തിയറമാണ് ഗ്രീൻസ് തിയറം. ഓക്കെ, ആ ലൈൻ ഇന്റഗ്രൽ ഏതാണ്? ഇന്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ആണ്. ആ ഡബിൾ ഇന്റഗ്രൽ ഏതാണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ടി. സോ നമ്മൾ എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് ഉത്തരം. ഇറ്റ്സ് എ തിയറം വിച്ച് കണക്ട്സ് എ ലൈൻ ഇന്റഗ്രൽ ടു എ ഡബിൾ ഇന്റഗ്രൽ. ഓക്കെ, ഇത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഗ്രീൻസ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ? ശരിയല്ലേ? ശരിയാണോ അസ്ന? അസ്ന ശരിയാണോ? ഞാൻ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? യെസ്. സോ വാട്ട് ഈസ് ഗോസ് ഡൈവേർജൻസ് തിയറം? ഗോസ് ഡൈവേർജൻസ് തിയറം അതെന്താ ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദ ജനറൽ മീനിങ് ഓഫ് ഗോസ് ഡൈവേർജൻസ് തിയറം? Some of you can answer. Nawaz, can you? ഡബിൾ ഇന്റഗ്രലിനെ ട്രിപ്പിൾ ഇന്റഗ്രൽ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. No. ഡബിൾ ഇന്റഗ്രലിനെ അല്ല ട്രിപ്പിൾ ഇന്റഗ്രലിലേക്ക് കറക്റ്റ് ചെയ്യും. ഒരു സർഫസ് ഇന്റഗ്രൽ. സർഫസ് ഇന്റഗ്രൽ ഓൾവേസ് ഡബിൾ ഇന്റഗ്രൽ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഒരു സർഫസ് ഇന്റഗ്രൽ ഓവർ സിഗ്മ എന്ന് പറയുന്ന സിഗ്മ ഒരു സർഫസ് ആണ്. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽ ഓവർ എ സർഫസ് ഇന്റഗ്രൽ, അതായത് ഡബിൾ ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ ആണ്.
ഓക്കെ, ആ സർഫസ് എപ്പോഴും സർഫസ് ഇന്റഗ്രൽ എന്തായിരിക്കും, ഒരു ഡബിൾ ഇന്റഗ്രൽ ആയിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാ ഡബിൾ ഇന്റഗ്രലിനെയും എന്തിലേക്ക് കണക്ട് ചെയ്യുന്നില്ല, ട്രിപ്പിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുന്നില്ല. ഒരു സർഫസ് ഇന്റഗ്രലിനെ എവിടേക്ക് കണക്ട് ചെയ്യാണ്, ട്രിപ്പിൾ ഇന്റഗ്രൽ. സർഫസ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ജനറൽ ഫോം എന്താ, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് വെക്ടർ ഡോട്ട് എൻ വെക്ടർ ഡി സിഗ്മ അല്ലെ, അല്ലെങ്കിൽ ഡി എസ് എന്ന് പറയാം. ഡി എസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ബി divergence of f vector dv. So this is triple integral over g എന്നൊക്കെ പറയാം, divergence of f vector dv. So ഒരു സർഫസ് ഇന്റഗ്രലിനെ ട്രിപ്പിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുന്ന തിയറമാണ് ഗോസ് ഡൈവേർജൻസ് തിയറം. സോ ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീൻസ് തിയറം ചെയ്യുന്നത് ഒരു ലൈൻ ഇന്റഗ്രലിനെ ഡബിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഗോസ് ഡൈവേർജൻസ് തിയറം ചെയ്യുന്നത് ഒരു സർഫസ് ഇന്റഗ്രൽ. എന്താണ് സർഫസ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ, വി ആർ ഇന്റഗ്രേറ്റിംഗ് എ വെക്ടർ ഫീൽഡ് ഓവർ എ സർഫസ്. ഒരു സർഫസിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ്, ഒരു വെക്ടർ ഫീൽഡിനെയോ സ്കേലാർ ഫീൽഡിനെയോ നമ്മൾ ഒരു സർഫസിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് സർഫസ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സർഫസ് ഇന്റഗ്രലിനെ ട്രിപ്പിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുന്ന തിയറമാണ്. ഈ സർഫസ് ഇന്റഗ്രൽ ഒരു ഡബിൾ ഇന്റഗ്രൽ ആയിരിക്കും എന്നേ ഉള്ളൂ, പക്ഷെ എല്ലാ ഡബിൾ ഇന്റഗ്രലും എന്താവണമെന്നില്ല, സർഫസ് ഇന്റഗ്രൽ ആവണമെന്നില്ല. ഓക്കെ, അവിടെയാണ് നവാഫ് പറഞ്ഞ തെറ്റ്. നവാഫ് പറഞ്ഞത് ഡബിൾ ഇന്റഗ്രൽ ട്രിപ്പിളിലേക്ക് കണക്ട് ചെയ്യുന്നത്, അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ ഒരു സിംഗിൾ ഇന്റഗ്രലിനെ അല്ല ഡബിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുന്നത്, ഇവിടെ ഒരു ലൈൻ ഇന്റഗ്രലിനെയാണ് ഡബിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു സർഫസ് ഇന്റഗ്രലിനെയാണ് ട്രിപ്പിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട്? യെസ് സർ. എനി ഡൗട്ട്? സോ ഒരു ലൈൻ ഇന്റഗ്രലിനെ നമ്മൾ ഡബിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുന്നു യൂസിങ് ഗ്രീൻസ് തിയറം, and we are connecting a surface integral to a triple integral using Gauss divergence theorem. Okay, so Stokes theorem എന്ത് തമ്മിലുള്ള ബന്ധമായിരിക്കും? What is your feeling? What is your feeling? ഒരു ലൈൻ ഇന്റഗ്രലിനെ ഡബിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുന്ന തിയറമാണ് ഗ്രീൻസ് തിയറം. ഒരു സർഫസ് ഇന്റഗ്രലിനെ ട്രിപ്പിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുന്ന തിയറമാണ് ഗോസ് ഡൈവേർജൻസ് തിയറം. സോ വാട്ട് വിൽ ബി ദി സ്റ്റോക്സ് തിയറം? സ്റ്റോക്സ് തിയറം എന്തൊക്കെ തമ്മിലുള്ള കണക്ഷൻസ് ആയിരിക്കും? What is your feeling? ആർക്കാ ആൻസർ ചെയ്യാൻ പറ്റുക? ആരെങ്കിലും പറയൂ. Some of you can answer. ആൻസർ തെറ്റായാലും കുഴപ്പമൊന്നുമില്ല, നോ ഇഷ്യൂ. But we need some interaction. നമ്മൾ കുറെ കാലമായി ക്ലാസ് എടുക്കുന്നു ഓൺലൈൻ ആയിട്ട്, ഇപ്പോഴും ഇന്ററാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വിഷമാണെങ്കിൽ നമ്മുടെ ക്ലാസ് കൊണ്ട് യാതൊരു യൂസും ഇല്ല. ഓക്കെ, ഇനിയിപ്പോ അടുത്ത സെമസ്റ്ററിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു സെമസ്റ്ററോടെ നമ്മൾ തമ്മിലുള്ള ഒരു ടീച്ചിങ് കോഴ്സ് ഒക്കെ തീരും. ഓക്കെ, അടുത്ത സെമസ്റ്ററിൽ അല്ല, ഞാൻ ഫസ്റ്റ് ഇയറിലെ ക്ലാസ് എടുക്കാം. ഓക്കെ, നിങ്ങൾ സെക്കൻഡ് ഇയർ ആവുമല്ലോ അടുത്ത സെമസ്റ്ററിൽ. സെക്കൻഡ് ഇയറിൽ എന്താ സാർ അല്ലാത്ത? അല്ല, സെക്കൻഡ് ഇയറിലല്ല, ഞാൻ സെക്കൻഡ് ഇയറിൽ വേറെ ഫാക്കൽറ്റീസ് ആണ് മാത്സ് എടുക്കുക. ഞാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെയാണ് എപ്പോഴും പഠിപ്പിക്കുക. അപ്പോ ഞാൻ ഫസ്റ്റ് സെം ആയിരിക്കുമല്ലോ ക്ലാസ് എടുക്കുക, അപ്പൊ ഞാൻ തേർഡ് സെം എടുക്കില്ലല്ലോ. തേർഡ് സെം ആയിരിക്കുമല്ലോ നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് സെമ്മിൽ തന്നെ സെക്കൻഡ് സെമ്മിൽ തന്നെ ഇരിക്കില്ലല്ലോ. ഓക്കെ, സോ നമുക്ക് കുറച്ചും കൂടെ ഇന്ററാക്ട് ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഒരു ഗസ്സിംഗ് പറയൂ. നമ്മൾ ഗ്രീൻസ് തിയറം നമ്മൾ ഒരു ലൈൻ ഇന്റഗ്രലിനെ ഡബിൾ ഇന്റഗ്രലിലേക്കും, ഗോസ് ഡൈവേർജൻസ് തിയറം ഒരു സർഫസ് ഇന്റഗ്രലിനെ ട്രിപ്പിൾ ഇന്റഗ്രലിലേക്കും കണക്ട് ചെയ്തു. സോ വാട്ട് വിൽ ബി ദി സ്റ്റോക്സ് തിയറം? ആർക്കാ പറയാൻ പറ്റും? Some of you can answer. Fida Zainab, can you? What will be your guess? അറിയില്ല. അറിയില്ല, no guess. വോളിയം ഇന്റഗ്രൽ. ഓക്കെ, വോളിയം ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റഗ്രൽ നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, but it is a good guess. Okay, good guess. Okay, I will give you some hint. ഇവിടെ ഒരു ലൈൻ ഇന്റഗ്രൽ ഒരു ഡബിൾ ഇന്റഗ്രല് തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചു. ഒരു സർഫസ് ഇന്റഗ്രലും ട്രിപ്പിൾ ഇന്റഗ്രലും തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചു. ഇതിൽ ഏതൊക്കെ തമ്മിലാണ് ഇതുവരെ നമ്മൾ ബന്ധപ്പെടുത്താത്തത് എന്നാലോചിച്ചു. അങ്ങനെ ആലോചിച്ചു. ഒരു ലൈൻ ഇന്റഗ്രലിന് നമുക്ക് ലൈൻ ഇന്റഗ്രൽ ഉണ്ട്, ഡബിൾ ഇന്റഗ്രൽ ഉണ്ട്, സർഫസ് ഇന്റഗ്രൽ ഉണ്ട്, ട്രിപ്പിൾ ഇന്റഗ്രൽ ഒക്കെ ഉണ്ട്. സോ ഇതില് ലൈനും ഡബിൾ ഇന്റഗ്രലും തമ്മിൽ കണക്ട് ചെയ്തു, സർഫസും ട്രിപ്പിളും തമ്മിൽ കണക്ട് ചെയ്തു. സോ ഇനി ഇവിടെ ബന്ധപ്പെടാത്ത നിൽക്കുന്നത് ഏതൊക്കെ തമ്മിലാണ്? വെരി ഗുഡ്, ഐശ്വര്യ. ഐശ്വര്യ ഈസ് ഗിവിംഗ് ദ ഗുഡ് ആൻസർ.
ഐശ്വര്യ പറഞ്ഞ ആൻസർ ഒന്ന് ഐശ്വര്യ മൈക്ക് ഓൺ ആക്കി പറയാൻ പറ്റും? സാർ രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് രണ്ടും കൂടെ കണക്ട് സർഫസ് ചെയ്യുമ്പോൾ ഇന്റഗ്രലും സർഫസ് ഇന്റഗ്രലും ലൈൻ ഇന്റഗ്രലും. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. സർഫസ് ഇന്റഗ്രലും ലൈൻ ഇന്റഗ്രലും തമ്മിലുള്ള റിലേഷൻ ആണ് ഏത് തിയറം പറയുന്നത്? സ്റ്റോക്സ് തിയറം പറയും. മനസ്സിലാവുണ്ടോ? വി ക്യാൻ റിലേറ്റ് എ സർഫസ് ഇന്റഗ്രൽ ടു എ ലൈൻ ഇന്റഗ്രൽ ഓർ ലൈൻ ഇന്റഗ്രൽ ടു എ സർഫസ് ഇന്റഗ്രൽ. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? So that is Stokes theorem. So we can go for the statement of the Stokes theorem. Stokes theorem എന്താന്ന് ചോദിച്ചാൽ it is connecting a line integral to a surface integral. Okay. Let sigma ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും എഴുതിയെടുക്കുക. സിത്താര പാർട്ടിയിലാണെങ്കിലും എഴുതിയെടുക്കാതിരിക്കരുത്. ഓക്കെ. സിഗ്മ ബി ഐ sigma BA piecewise smooth oriented surface, smooth oriented surface that is bounded by a simple closed piecewise smooth curve C with positive orientation. If the components of the vector field F vector of x, y, z equal to m of x, y, z I vector plus n of x, y, z j vector plus p of x, y, z k vector are continuous. ഈ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. They have continuous first partial derivatives. On some open set containing sigma and if T vector is unit tangent vector to C, then closed integral over C F vector dot T vector ds. ഇത് ലൈൻ ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ടി വെക്ടർ ഡി എസ് എന്ന് പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ആണ്. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ. ഇത് സർഫസ് ഇന്റഗ്രൽ ആണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എന്നോട് ഉദ്ദേശിക്കുന്നത് സർഫസ് ഇന്റഗ്രൽ ആണ്. കേൾ ഓഫ് എഫ് വെക്ടർ dot n vector ds. ഓക്കെ. അതായത് ഒരു വെക്ടർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലൈൻ ഇന്റഗ്രൽ ഓവർ എ വെക്ടർ ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഓക്കെ അതേ വെക്ടർ ഫീൽഡിന്റെ കേൾ ഓഫ് എഫ് വെക്ടർ, ആ വെക്ടർ ഫീൽഡിന്റെ കേളിന്റെ സർഫസ് ഇന്റഗ്രലിനോട് ഈക്വൽ ആണ്. അതാണ് ഒരു വെക്ടർ ഫീൽഡിന്റെ
ലൈൻ ഇന്റഗ്രൽ ഇൻ വിച്ച് ഡയറക്ഷൻ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് അതേ വെക്ടർ ഫീൽഡിന്റെ കേളിന്റെ സർഫസ് ഇന്റഗ്രലിനോട് ഈക്വൽ. സോ ദാറ്റ് ഈസ് ദ സ്റ്റോക്സ് തിയറം. ദാറ്റ് ഈസ് ദ സ്റ്റോക്സ് തിയറം. അവിടെ നമുക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട് സ്റ്റോക്സ് തിയറത്തിന്. ഒന്ന്, സിഗ്മ എന്ന് പറഞ്ഞൊരു സർഫസ് എടുക്കുക. നമ്മളൊരു സിലിണ്ടറിക്കൽ സർഫസ് ഒക്കെ എടുത്തു എന്ന് വിചാരിക്കാം. ഒരു സർഫസ്, ആ സർഫസിന്റെ പുറത്തുള്ള ഒരു കർവാണ് സി. ഓക്കെ, സ്മൂത്ത് ബൗണ്ടഡ് ബൈ എ സിമ്പിൾ. അതായത് ആ ഒരു നമ്മളിപ്പോ ഒരു സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ ആ സ്ഫിയറിന്റെ പുറത്ത് കൂടെ നമുക്കൊരു സർക്കിൾ കണ്ടുപിടിക്കാൻ പറ്റും, പല ഡയറക്ഷനിൽ, പല ഓറിയന്റേഷനിൽ. ശരിയല്ലേ? ശരിയല്ലേ? നമ്മളൊരു സ്ഫിയർ എടുത്തു കഴിഞ്ഞാല് ഒരു പന്ത് എടുത്തു എന്ന് വിചാരിക്കുക. ആ പന്തിന്റെ പുറത്ത് കൂടെ നമുക്ക് പല ഓറിയന്റേഷനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സർക്കിൾസ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പോസിറ്റീവ് ഓറിയന്റേഷനിലുള്ള ഒരു സർക്കിളാണ് സി. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മൾ ഏത് സർഫസ് എടുത്താലും ആ സർഫസിന്റെ പുറത്ത് കൂടെ ഒരു പല ഓറിയന്റേഷനിൽ കർവ് ഉണ്ടാവും. അതിൽ പോസിറ്റീവ് ഓറിയന്റേഷൻ വരുന്ന ഒരു കർവാണ് സി. ഞാൻ പറയണ മനസ്സിലാവുന്നു. അപ്പൊ എലോങ് ദാറ്റ് കർവ് ഒരു ലൈൻ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യും. എലോങ് ദാറ്റ് കർവ് ഒരു ലൈൻ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യും. മാത്രമല്ല ആ സർഫസിന് ഒരു സർഫസ് ഇന്റഗ്രൽ ഉണ്ടാവും. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? നമ്മളൊരു സർഫസ് എടുക്കുക. നമ്മൾ എങ്ങനെയാണ് കാര്യം മനസ്സിലാക്കേണ്ടത്? നമ്മളൊരു സർഫസ് എടുക്കുക. ആ സർഫസിന് പുറത്തു കൂടെ ഡിഫറെന്റ് ഓറിയന്റേഷനിൽ കർവുകൾ ഉണ്ടാവും, അല്ലെ? അതിൽ പോസിറ്റീവ് ഓറിയന്റേഷനുള്ള കർവ് ചൂസ് ചെയ്യുക, ഏതെങ്കിലും ഒരു കർവ് ചൂസ് ചെയ്യുക. ഓക്കെ, ആ കർവിന്റെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് അതായത് വി ആർ ഇന്റഗ്രേറ്റിംഗ് എ വെക്ടർ ഫീൽഡ് എലോങ് ദാറ്റ് കർവ്. ഓക്കെ, ആ കർവിൽ നമ്മൾ ഒരു വെക്ടർ ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. ആണെങ്കിൽ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആ സർഫസിന്റെ സർഫസ് ഇന്റഗ്രലിനോട്, അതായത് ആ വെക്ടർ ഫീൽഡിന്റെ കേളിന്റെ സർഫസ് ഇന്റഗ്രലിനോട് ഈക്വൽ ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ഐ വിൽ റിപ്പീറ്റ്, കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരു തിയറം. ഓക്കെ, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഈസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പാസ്സാക്കി വിടാം. അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. പഠിക്കൽ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടത് വേണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സാധാരണ ഒരു ബ്രാഞ്ചിനും അല്ലെങ്കിൽ ഒരു ഇയറിലും ഞാൻ ഇത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കാറില്ല. ജസ്റ്റ് ആ ഇക്വേഷൻ പഠിപ്പിക്കും, പ്രോബ്ലം ചെയ്യിപ്പിക്കും. ഫസ്റ്റ് സെമിസ്റ്ററിലൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചത്. പക്ഷെ നിങ്ങളിപ്പോ ഹയർ ക്ലാസ്സുകളിലേക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ വേ ഓഫ് ലേണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞത്. എന്താണ് ഒരു സ്റ്റോക്സ് തിയറം പറയുന്നത്? നമ്മളൊരു സർഫസ് എടുക്കുക. ആ സർഫസിന് പുറത്തു കൂടെ പല ഓറിയന്റേഷനിൽ കർവ്സ് ഉണ്ടാവും. അതിൽ നമ്മൾ പോസിറ്റീവ് ഓറിയന്റേഷനിലുള്ള ഒരു കർവ് ചൂസ് ചെയ്യുക. പോസിറ്റീവ് ഓറിയന്റേഷനിൽ ഒരു കർവ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെക്ടർ ഫീൽഡിനെ അലോങ് ദാറ്റ് കർവ് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എടുക്കേണ്ട ഡയറക്ഷൻ ഔട്ട്വേർഡ് യൂണിറ്റ് നോർമൽ, അതായത് ടാൻജന്റ് വെക്ടറിന്റെ ഡയറക്ഷനിൽ എടുക്കണം. അങ്ങനെ നമ്മൾ ടാൻജന്റ് വെക്ടറിന്റെ ഡയറക്ഷനിൽ നമ്മൾ ഒരു വെക്ടർ ഫീൽഡിനെ അലോങ് ദാറ്റ് കർവ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്തിനോട് ഈക്വൽ ആയിരിക്കും? അതേ സർഫസിന്റെ അതേ വെക്ടർ ഫീൽഡിന്റെ തന്നെ കേൾ എടുക്കാം. ഓക്കെ, നമ്മൾ ചൂസ് ചെയ്യുന്ന സർഫസിനെ എടുത്തിരിക്കുന്ന വെക്ടർ ഫീൽഡിന്റെ കേൾ ചൂസ് ചെയ്യുക. കേൾ എന്ന് പറയുന്നത് മറ്റൊരു വെക്ടർ ഫീൽഡാണ്, അല്ലെ? ഒരു വെക്ടർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു വെക്ടർ ഫീൽഡാണ് കേൾ. സോ ആ കേളിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ കേളിനെ അലോങ് ദാറ്റ് സർഫസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതാണ് സർഫസ് ഇന്റഗ്രൽ. സോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഒരു ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഒരു വെക്ടർ ഫീൽഡിനെ നമ്മൾ ഒരു ലൈൻ ഇന്റഗ്രൽ ചെയ്യുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ആ സർഫസിന്റെ സർഫസ് ഇന്റഗ്രലിനോട്. ഏതിന്റെ സർഫസ് ഇന്റഗ്രൽ? ആ വെക്ടർ ഫീൽഡിന്റെ സർഫസ് ആണോ? അല്ല, ആ വെക്ടർ ഫീൽഡിന്റെ കേളിന്റെ സർഫസ് ഇന്റഗ്രലിനോട് ഈക്വൽ ആണ്. ഈ തിയറമാണ് എന്ത് പറയുന്നത്? സ്റ്റോക്സ് തിയറം പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ എത്ര വേണമെങ്കിലും പറഞ്ഞു തരാൻ തയ്യാറാണ്. How many of you understood the concept? Clear? Okay, I will explain ഒരു തവണയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊരു സർഫസ് എടുത്തു. ഓക്കെ, ഏതെങ്കിലും ഒരു സർഫസ്. ഓക്കെ, ഞാൻ ഇന്നതെന്ന് പറയുന്നില്ല. ഒരു സർഫസ്, നമ്മളിപ്പോ ഒരു ക്യൂബാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിന്റെ സർഫസിലുള്ള കർവ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അതുപോലെ
അപ്പൊ നമ്മൾ ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ആ ക്യൂബിന്റെ ഒരു സർഫസിന് പുറത്തു കൂടെ ഒരു ഓറിയന്റഡ് കർവ്സ് ഉണ്ടാവും. ഏത് സർഫസിന് പുറത്തു കൂടെ ഓറിയന്റഡ് കർവ്സ് ഉണ്ടാവും. അതിൽ പോസിറ്റീവ് ഓറിയന്റേഷനിലുള്ള ഒരു കർവ് ചൂസ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു വെക്ടർ ഫീൽഡ് ചൂസ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെക്ടർ ഫീൽഡിനെ അലോങ് ദാറ്റ് കർവ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആ വെക്ടർ ഫീൽഡിനെ അലോങ് ദാറ്റ് കർവ് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? നമ്മൾ എടുത്തിരിക്കുന്ന സർഫസിനെ എടുത്തിരിക്കുന്ന വെക്ടർ ഫീൽഡിന്റെ കേൾ എടുത്തിട്ട് ആ കേളിന്റെ സർഫസ് ഇന്റഗ്രൽ കാണാം. ഈ സർഫസിലുള്ള കേളിന്റെ സർഫസ് ഇന്റഗ്രൽ കാണാം. അപ്പോഴും നമുക്കൊരു വാല്യൂ കിട്ടും. സർഫസ് ഇന്റഗ്രൽ കാണുമ്പോൾ അതൊരു ഡബിൾ ഇന്റഗ്രൽ ആയിരിക്കും. സോ ആ വാല്യൂ നമ്മൾ ആദ്യം ലൈൻ ഇന്റഗ്രൽ ചെയ്ത് കിട്ടിയ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് എന്ത് പറയുന്നത്, സ്റ്റോക്സ് തിയറം. ക്ലിയർ ടു എവരിവൺ? നമ്മളൊരു വെക്ടർ ഫീൽഡ് ചൂസ് ചെയ്തു, എഫ് വെക്ടർ. ഓക്കെ, നമ്മളൊരു കർവ് ഒരു സർഫസ് സിഗ്മ ചൂസ് ചെയ്തു. സിഗ്മയുടെ ഒരു ഓറിയന്റഡ് കർവാണ് സി എന്ന് വിചാരിക്കുക. സോ ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് പി വെക്ടർ ഡി എസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഈ വെക്ടർ ഫീൽഡിന്റെ കേളിന്റെ സർഫസ് ഇന്റഗ്രലിനോട് ഈക്വൽ. Is it clear to everyone? Can we move to the problems? Yes, sir. Yes, very good. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്ത ശേഷം നമുക്ക് അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്യട്ടെ. ഓക്കെ, അറ്റൻഡൻസ് ഒന്ന് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. ഞാനല്ല, നിങ്ങളാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ മറക്കില്ല. കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ മറക്കില്ല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുന്നത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മറക്കും. നിങ്ങൾക്ക് സ്റ്റോക്സ് തിയറും ക്രോസ് ഡൈവേർജൻസ് ഗെയിൻസും എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. കൃത്യമായിട്ട് ഓരോ തിയറും എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, പന്ത്രണ്ട് മണിയല്ലേ? 12:35 സമയം. T4 ഇപ്പൊ അറ്റൻഡൻസ് വരും. നിങ്ങൾ 2 തിയറംസ് പഠിച്ചാൽ മതി. ശരിക്കും പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 2 തിയറംസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ മോഡ്യൂളിലുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം നമ്മള് പരീക്ഷയ്ക്ക് പാസ്സാവുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കണം സബ്ജക്റ്റിനെ കുറിച്ച്. അപ്പോഴാണ് നമുക്ക് നല്ല ഒരു നോളേജ് കിട്ടുക. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 3 തിയറും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കുക. പരീക്ഷയ്ക്ക് പാസ്സാവുക എന്നുള്ളത് മാത്രമല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ ഒരു പ്രോബ്ലം ചെയ്യാൻ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. പക്ഷെ നമുക്ക് ആ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് എല്ലാവരും വാല്യൂ ചെയ്യുക. ഗ്രീൻസ് തിയർ എന്താന്ന് അവൻ അറിയാം, പക്ഷെ ഗ്രീൻസ് തിയറത്തിന്റെ ഒരു പ്രോബ്ലം കൊടുത്തപ്പോൾ സപ്പോസ് അവനത് ചെയ്യാൻ കിട്ടിയിട്ടാവില്ല, കുഴപ്പമില്ല. എന്നാലും അവനത് അറിയുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ നല്ലോണം ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ സാധനം എന്താണെന്ന് അറിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. ഓക്കെ, സോ അതുപോലെയാണ് ഈ ഒരു പഠനം. രണ്ടും കൂടെ വേണം. നമുക്ക് പ്രോബ്ലവും ചെയ്യാൻ കിട്ടണം, കാര്യം അറിയണം. അവരാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, സോ ആ ബെസ്റ്റ് ആവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം.
find the work performed by the force field effector of xyz is equal to x square I vector plus 4x y cube j vector plus y square x k vector on a particle that traverses the rectangle C in the plane z equal to y. Z equal to y. Z equal to y. Okay. ശരിക്കും ഈ പ്ലെയിൻ എങ്ങനെയാണ് നമ്മൾ സങ്കല്പിക്കുക? ഓക്കെ, എങ്ങനെ സങ്കല്പിക്കുക? നമ്മളൊരു 3 ഡയമെൻഷനിലാണ് എടുക്കേണ്ടത്. So this is z axis, this is y axis, and this is x axis. Okay. So z equal to y എന്ന് പറഞ്ഞാൽ ഇപ്പൊ y equal to x എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ x y പ്ലെയിൻ എടുത്തു. ഒരു പ്ലെയിനിൽ y equal to x എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലെയിനിൽ y equal to x എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഒരു പ്ലെയിൻ എടുത്തു, ആ പ്ലെയിനിൽ y equal to x എന്ന് പറഞ്ഞ സാധനം എന്താ? പ്ലീസ് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. നമ്മളൊരു പ്ലെയിന്, ആ പ്ലെയിനിൽ y equal to x എന്ന് പറഞ്ഞാൽ എന്താ? ആ ലൈനാണ് അല്ലേ? വെരി ഗുഡ്, ഇറ്റ് ഈസ് എ ലൈൻ. സോ z equal to y എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ സ്പേസിലെ എന്തായി മാറും? അതൊരു 3 ഡയമെൻഷണൽ സർഫസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ കാരണം y equal to x എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക, ലൈൻ. y equal to x എന്ന് പറഞ്ഞ ലൈൻ ഇതാണ്. നമ്മളിതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. x ആക്സിസ് ഇത് y ആക്സിസ് ആണെങ്കിൽ y equal to x എന്ന് പറഞ്ഞ ലൈൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ z equal to y ആണ് ഇവിടെ. z equal to y. അപ്പൊ z equal to y എന്ന് പറയുന്ന പ്ലെയിനില് അതിങ്ങനെയുള്ള ഒരു ലൈൻ ആയിരിക്കും. z equal to y എന്ന് പറഞ്ഞ പ്ലെയിനിൽ ഇതൊരു ഇങ്ങനെയുള്ള ഒരു ലൈൻ ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഒരു ചുമരിൽ ഒരു ലൈൻ വരച്ചു എന്ന് വിചാരിക്കാം. ചുമരിൽ ഒരു ലൈൻ വരച്ചു. ഇനി ആ ലൈനിനെ നമ്മൾ 3 ഡയമെൻഷനലി പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക ഏത് ഷേപ്പാണ്? ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഇതൊരു സർഫസ് പോലെ ശരിയല്ലേ? കറക്റ്റാണോ? പറഞ്ഞു മനസ്സിലായോ? ഒരു ട്രയാങ്കുലർ പ്രിസം പോലെ അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലറിന്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ. ക്ലിയർ ആണോ? സങ്കല്പിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ചിത്രരചന തീരെ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് പലരും നിങ്ങൾക്ക് അത് സങ്കല്പിക്കാൻ പറ്റിയാണ്. ഓക്കെ ഓക്കെ, അതാണ് നമ്മുടെ z equal to y എന്ന് പറയുന്ന പ്ലെയിൻ. ഓക്കെ, ഈ പ്ലെയിനിന്റെ പുറത്തു കൂടെയുള്ള ഓറിയന്റഡ് സർഫസ് ഉണ്ടാവും, ഓറിയന്റഡ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാവും. കുറെ എല്ലാം ലൈനുകളായിരിക്കും. ഓറിയന്റഡ് കർവ്സ് എന്ന് പറയുന്ന എല്ലാം എന്തായിരിക്കും? ലൈനുകളായിരിക്കും. ഓക്കെ, എലോങ് ആ ലൈനിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, പുറത്തു കൂടി ഇങ്ങനെ കുറെ ലൈൻസ് ഉണ്ടാവും ഓറിയന്റഡ് ആയിട്ട്. അതിന്റെ ആ ലൈനിന്റെ ലൈൻ ഇന്റഗ്രലാണ്. ആ ലൈനിന്റെ ലൈൻ ഇന്റഗ്രലാണ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത് ഇതാണ്. സോ
വർക്ക് ഡൺ ആണ് കാണേണ്ടത്. വർക്ക് ഡൺ, വർക്ക് പെർഫോംഡ് ബൈ ദി ഫോഴ്സ് ഫീൽഡ്. സോ വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്താ? വർക്ക് ഡണിന്റെ ഇക്വേഷൻ ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ അല്ലേ? എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ. ദിസ് ഈസ് വർക്ക് ഡൺ. By Stokes theorem, this is equal to what? This is equal to double integral over sigma curl of f vector dot n vector ds by Stokes theorem. Okay, by Stokes theorem. ഈ പോയിന്റ് 3 ആണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യനിൽ. ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കണം. ഇതൊരു ട്രയാങ്കിൾ ആണ്, റെക്ടാങ്കിൾ ആണ്. ഈ ഫ്രണ്ട് ഫേസ് എന്ന് പറയുന്നത് റെക്ടാങ്കിൾ ആണ്. ഇങ്ങനെ ഉണ്ടാവും ഫ്രണ്ട് ഫേസ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ ഒരു 3 ഡയമെൻഷണൽ എങ്ങനെയപ്പോ പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു ചെരിഞ്ഞ് നോക്കുമ്പോ ഇങ്ങനെ നോക്കുമ്പോ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, ട്രയാങ്കിളിന്റെ ഒരു 3 ഡയമെൻഷണൽ പ്രൊജക്ഷൻ. പക്ഷെ ഫ്രണ്ട് ഫേസിൽ ഒരു റെക്ടാങ്കിൾ ആയിരിക്കും. മനസ്സിലായി? ഫ്രണ്ട് ഫേസിൽ ഒരു റെക്ടാങ്കിൾ ആയിരിക്കും. കറക്റ്റ് അല്ലേ? എന്തുകൊണ്ടാണ് ഫ്രണ്ട് ഫേസിൽ റെക്ടാങ്കിൾ ആവുന്നത്? അതങ്ങനെയല്ലേ പ്രൊജക്ട് ചെയ്യുക. എക്സ് ആക്സിസിലേക്ക് ഇത് പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ ആയിട്ടല്ലേ വരിക. അപ്പൊ അപ്പോഴല്ലേ ഓറിയന്റഡ് കർവ്സ് എല്ലാം ഇപ്പൊ ഇങ്ങനെ ലൈൻസ് ആയിട്ട് വരിക. ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ സെറ്റ് വെച്ച ഒരു റെക്ടാങ്കിൾ കിട്ടില്ല. പറയണ മനസ്സിലാവുണ്ടോ? യെസ് സർ. ഒന്ന് കമന്റ് ചെയ്ത എല്ലാരും. അതായത് നമ്മള് ചെരിഞ്ഞാണ് നമ്മൾ നോക്കണത്. ചെരിഞ്ഞ് നോക്കുമ്പോ അതൊരു ട്രയാങ്കുലർ പ്രിസം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം. അതായത് ഒരു ആ ലൈനിനെ നമ്മൾ 3 ഡയമെൻഷനലി ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് ഫേസിൽ ഒരു റെക്ടാങ്കിൾ ആണ്. ഈ പോയിന്റ് 3 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചിത്രം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തണം. ഈ ചിത്രം ഒന്നുകൂടെ വൃത്തിയിൽ വരച്ചുതരാം. ഈ ചിത്രവും ക്വസ്റ്റ്യന്റെ ഭാഗമാണ്. This is z equal to y. Okay. This is z axis, this is y axis, and this is x axis. So z equal to y എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ലൈൻ ആയിരിക്കും. So this is our surface. ഈ ലൈനാണ് z equal to y. സോ ഇതിന് പാരലലി പോകുന്ന ഒരു 3 ഡയമെൻഷണൽ ഫിഗർ. അപ്പൊ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ നേരെ നോക്കുമ്പോൾ ഇത് റെക്ടാങ്കിൾ ആണ്. ഇത് റെക്ടാങ്കിൾ. ഈ പോയിന്റ് 3 ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഈ പോയിന്റ് ഇത് 3 ആണ്. y 0 3 0. ഓക്കെ, ഈ പോയിന്റ് 1 ആണെന്ന് തന്നിട്ടുണ്ട്. 1 ആണെന്ന് തന്നു. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ഈ ക്വസ്റ്റ്യന്റെ ഭാഗമാണ് ഈ ചിത്രം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നിന്നാണ്, ഈ ചിത്രത്തിൽ നിന്നാണ് 3 നമുക്ക് കിട്ടിയത്. 3ഉം 1ഉം നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഈ ഫിഗർ ക്വസ്റ്റ്യനിൽ കൊടുക്കാം. ഫിഗർ. സോ കേൾ ഓഫ് എഫ് വെക്ടർ ഡോട്ട് എൻ വെക്ടർ ഡി എസ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ വെക്ടർ ഫീൽഡിന്റെ കേള് കണ്ടുപിടിക്കണം. ഈ വെക്ടർ ഫീൽഡിന്റെ കേൾ ഓഫ് എഫ് വെക്ടർ. കേൾ ഓഫ് എഫ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറ്റർമിനന്റ് ഐ വെക്ടർ ജെ വെക്ടർ കെ വെക്ടർ
ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെറ്റ് എം എൻ പി. സോ ഇത് ചെയ്യാം. എല്ലാവരും ഇത് കണ്ടുപിടിക്കുക. എത്ര കിട്ടുക, എന്താ കിട്ടുക വേഗം പറയാം. ഓക്കെ, കിട്ടിയോ? കിട്ടിയോ? സ്റ്റോക്സ് തിയറം ഒരു ചോദ്യം ഷുവർ ആണ് കേട്ടോ. ഗ്രീൻസ് തിയറത്തിൽ നിന്ന് ഒരു ചോദ്യം വരും, സ്റ്റോക്സ് തിയറത്തിൽ നിന്ന് ഒരു ചോദ്യം വരും, ഡൈവേർജൻസ് തിയറത്തിൽ നിന്ന് ഒരു ചോദ്യം വരും. സോ ഇത് എം എത്രയാ? എം എക്സ് സ്ക്വയർ ആണ്, എൻ 4xy³ ആണ്, പി y²x ആണ്. സോ ഡിറ്റർമിനന്റ് ഐ വെക്ടർ ജെ വെക്ടർ കെ വെക്ടർ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെറ്റ് എം എക്സ് സ്ക്വയർ 4xy³ y²x. Okay. Determinant I vector, J vector, K vector, dou by dou x of dou by dou y of y²x. This is 2 by x. I vector into 2 by x. ആരെങ്കിലും ഒന്ന് ആൻസർ പറയൂ? കേള് കണ്ടുപിടിച്ചിട്ട്. കേള് കാണാനൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, സോ ഐ വെക്ടർ ഇൻറ്റു 2 by x മൈനസ് 0. ഇതിൽ ഇസെറ്റ് ഇല്ലല്ലോ. സോ ഡോ ബൈ ഡോ ഇസെറ്റ് ഓഫ് 4xy³ 0 ആയിരിക്കും. മൈനസ് ജെ വെക്ടർ ഇൻറ്റു dou by dou x of y²x, that is y². Dou by dou z of x², dou by dou z of x² 0. Plus k vector into dou by dou x of 4x. Yes, very good. 4y³. Dou by dou y of x² 0. So that is 2xy I vector minus y² j vector plus 4y³ k vector. So that is curl of f. Okay. ഇനി n വെക്ടർ കാണണം. n വെക്ടർ കാണാൻ ചെയ്യേണ്ട മെത്തേഡ് എന്താ വെച്ചാല്, തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ നോക്കുക. തന്നിരിക്കുന്ന ഇക്വേഷൻ z ഈക്വൽ ടു y ആണ്. നമുക്ക് നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് z ഈക്വൽ ടു y ആണ്. ഓക്കെ, നമ്മൾ സർഫസ് ഇന്റഗ്രൽ ചെയ്തിരുന്നത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സർഫസ് ഇന്റഗ്രൽ നമ്മൾ എങ്ങനെയാണ് n വെക്ടർ കണ്ടിരുന്നത്? ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഐ വെക്ടർ പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ജെ വെക്ടർ പ്ലസ് കെ വെക്ടർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ, നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻ.
അപ്പൊ ഇവിടെ ഇസെറ്റ് ഈക്വൽ ടു y ആണ്. ഡോ സെറ്റ് ബൈ ഡോ എക്സ് എന്താ വരിക? 0 വരും. 0 ഇൻറ്റു ഐ വെക്ടർ പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വൈ 1 വരും. സോ ജെ വെക്ടർ വരും. ഇവിടെ പ്ലസ് കെ വെക്ടർ വരും. ഓക്കെ, ഇത് കേൾ ഓഫ് എഫ് വെക്ടർ ഡോട്ട് എൻ വെക്ടർ കാണണം. ഓക്കെ, 12:45. സോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഈ പ്രോബ്ലം നമുക്ക് നാളെ ചെയ്യാം. ഫൈൻ, ഈ പ്രോബ്ലം നമുക്ക് ബാക്കി നാളെ ചെയ്യാം. സോ സ്റ്റോക്സ് തിയറം എന്താന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വെക്കണം. സോ സ്റ്റോക്സ് തിയറം കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് ആണ്. നമുക്ക് 2 ദിവസം മതിയാവും. ഇന്ന് നാളെ നമുക്ക് സ്റ്റോക്സ് തിയറത്തിന്റെ 2 പ്രോബ്ലം, ഈ പ്രോബ്ലത്തിന്റെ ബാക്കി പറ്റുകയാണെങ്കിൽ വേറൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. പിന്നെ മറ്റന്നാൾ നമുക്ക് സ്റ്റോക്സ് തിയറത്തിന്റെ 2 പ്രോബ്ലം കൂടെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആഴ്ച തന്നെ 3rd മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റോക്സ് തിയറം പഠിച്ചു കഴിഞ്ഞാൽ ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഈ മോഡ്യൂൾ നമുക്ക് 3 തിയറംസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഗ്രീൻസ് തിയറം, ഗോസ് ഡൈവേർജൻസ് തിയറം, സ്റ്റോക്സ് തിയറം. ഇതെന്താണ് തിയറം എന്താന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, പ്രോബ്ലംസ് ചെയ്യാൻ പഠിക്കുക. വേറെ ഒന്നും പ്രശ്നമില്ല. So what is your feeling about this course? Is it simple or tough or കുഴപ്പമില്ല? ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആണ്. Which one you prefer? എല്ലാവരും കമന്റ് ചെയ്യാം നിങ്ങളുടെ ഒപ്പീനിയൻ. സിമ്പിൾ, ടഫ്, കുഴപ്പമില്ല, ഇതിലേതാണെന്നുള്ളത് ടൈപ്പ് ചെയ്യാം. എല്ലാവർക്കും കുഴപ്പമില്ല എന്നുള്ളത്. സിമ്പിൾ എന്ന് തോന്നുന്ന ആർക്കെങ്കിലും ഉണ്ടോ? സിമ്പിൾ എന്ന് തോന്നുന്നത്, ടഫ്, വെരി ടഫ് എന്ന് പറഞ്ഞാൽ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? സിമ്പിൾ ഓർ ടഫ് ആ കാറ്റഗറിയിലുള്ള ആരെങ്കിലും? എല്ലാവർക്കും കുഴപ്പമില്ല. സോ കുഴപ്പമില്ലാത്തവരൊക്കെ എന്തായാലും പാസ്സായേ പറ്റൂ, കമ്പൽസറി ആണ്. ഓക്കെ, എല്ലാവർക്കും സംശയമൊന്നും ഇല്ലാത്തവർക്ക് പോവാം. ഈ പ്രോബ്ലം നമുക്ക് ബാക്കി നാളെ ചെയ്യാം.